നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അവസാന എപ്പിസോഡുകളിൽ ഒരു ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയും ഒരു ബട്ടൻ്റെ ക്ലിക്ക് ആക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഈ എപ്പിസോഡിൽ ഒരു ബട്ടൺ എങ്ങനെ സ്റ്റൈലിഷ് ആക്കാം എന്നതിനെ പറ്റി പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബട്ടൻ്റെ ഡിഫോൾട്ട് കളർ നമുക്ക് മോഡിഫൈ ചെയ്യാം. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ആദ്യമായി ആക്ടിവിറ്റി main.xmlലേക്ക് ഞാനൊരു പുതിയ ബട്ടൺ ആഡ് ചെയ്യുകയാണ്. ആ ബട്ടൺ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് പുതിയ ഒരു ബട്ടൺ ഞാൻ ആഡ് ചെയ്തു. അതിൻ്റെ വിഡ്ത്ത് ഞാൻ മാച്ച് പാരൻ്റായി സ്പെസിഫൈ ചെയ്തു. ഹൈറ്റ് ഞാനൊരു 80 dp ആയി ചേഞ്ച് ചെയ്തു. നമുക്ക് ഈ ബട്ടൺ ഒരു മാർജിൻ സ്പെസിഫൈ ചെയ്യാം. ഞാനൊരു 25 dp അതിന് മാർജിൻ സ്പെസിഫൈ ചെയ്തു ടോപ്പിൽ. അടുത്തതായി ഈ ബട്ടണിൽ ഒരു ലേബൽ സ്പെസിഫൈ ചെയ്യാം. അതിന് ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാൻ ഓക്കെ എന്ന ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രിവ്യൂ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ലേഔട്ടിൽ നമ്മൾ പുതുതായി ഒരു ബട്ടൺ ആഡ് ചെയ്തു. അതിൽ നമ്മൾ ഒരു ലേബലും സ്പെസിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഞാൻ ഈ ഒരു ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസിൽ റൺ ചെയ്തിരിക്കുന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ട് ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചും മാത്രമാണ് ഇപ്പോൾ ഈ ബട്ടണിൽ ഉള്ളത്. അതായത് നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന ബേസിക് വ്യൂ കമ്പോണൻസിനെല്ലാം ഓരോരോ ഡിവൈസ് മാനുഫാക്ചേഴ്സ് അവരുടേതായ സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിവൈസിൻ്റെ ഡിഫോൾട്ട് സ്റ്റൈലാണ് ഇപ്പോൾ ഈ ബട്ടണ് അപ്ലൈ ആയിരിക്കുന്നത്. അടുത്തതായി ഞാൻ ഈ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ബട്ടൺ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു കളറും അതിൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റിൽ മറ്റൊരു കളറും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കളറും ഡിസ്പ്ലേ ചെയ്യണം. അതിനായി ആദ്യമായി നമുക്ക് കുറച്ച് ഡ്രോയബിൾ റിസോഴ്സസ് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ 3 കളറ്, ഇത് ഒരു JPG ഇമേജുകളാണ്. ഞാൻ ഈ ഒരു 3 കളേഴ്സ്, ഈ ഇമേജസുകൾ ഞാൻ ആദ്യമേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനായി റിസോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിലെ ഡ്രോയബിൾ എന്ന ഫോൾഡറിലേക്ക് ഇപ്പോൾ കോപ്പി ചെയ്ത ആ ഇമേജുകൾ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡ്രോയബിൾ ഫോൾഡറിൽ ഞാനിപ്പോൾ കോപ്പി ചെയ്ത 3 ഇമേജുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇമേജുകളുടെ ഉദ്ദേശം ഇതാണ്. ഈ ഒരു കളറാണ് ബട്ടൻ്റെ ഡിഫോൾട്ട് കളറ്. നിങ്ങൾ ആ ബട്ടൺ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഈ ഒരു കളറിലേക്ക് മോഡിഫൈ ആകും. അതുപോലെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളറ് ഈ ഒരു റെഡ് കളറായിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അതാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമായ റിസോഴ്സുകൾ ഈ ഡ്രോയബിൾ ഫോൾഡറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ചിന് വേണ്ടി നമുക്ക് ഡ്രോയബിൾ ഫോൾഡറിൽ തന്നെ മറ്റൊരു ലേഔട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ലേഔട്ട് അല്ല, അത് ഒരു റിസോഴ്സ് XML ഫയലാണ്. അതായത് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡ്രോയബിൾ റിസോഴ്സ് ഫയൽ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിന് ഒരു ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യുക. ഞാനത് ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് സെലക്ടർ എന്ന് സ്പെസിഫൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റൂട്ട് എലിമെൻ്റ് ഉണ്ട്. അത് സെലക്ടർ എന്ന ഒരു റൂട്ട് എലിമെൻ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് ഓരോ കണ്ടീഷൻസായി ആഡ് ചെയ്യാം. കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഐറ്റം എന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക. ഞാനിവിടെ ആദ്യത്തെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുകയാണ്. ആൻഡ്രോയിഡ് സ്റ്റേറ്റ് പ്രസ്ഡ് എന്ന കണ്ടീഷൻ ഞാൻ സ്പെസിഫൈ ചെയ്തു. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ട്രൂ എന്ന വാല്യൂ കൊടുത്തു. ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ആൻഡ്രോയിഡ് ഡ്രോയബിൾ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഇമേജ് നെയിം പ്രസ്ഡ് കളർ എന്നാണ്, അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതായത് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ, യൂസർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകും. അപ്പോൾ ഈ ഒരു കളറായിരിക്കും ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യപ്പെടുക. അടുത്തതായി നമുക്ക് അടുത്ത ഒരു കണ്ടീഷൻ സെലക്ട് ചെയ്യാം, കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാൻ വീണ്ടും ഒരു ഐറ്റം ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുകയാണ്. അതിനായി ആൻഡ്രോയിഡ് പുതിയ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുകയാണ്.
ഞാൻ സ്റ്റേറ്റ് ഫോക്കസ്ഡ് എന്ന ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തു. അത് ട്രൂ ആവുകയാണെങ്കിൽ, അതായത് ആ ബട്ടൺ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കളറ് സ്പെസിഫൈ ചെയ്യാം. ആൻഡ്രോയിഡ് ഡ്രോയബിൾ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആ കളറ് സ്പെസിഫൈ ചെയ്യാം. ഞാനിവിടെ ഫോക്കസ്ഡ് കളറായി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, അതായത് ആദ്യമേ ചെക്ക് ചെയ്യും നിങ്ങൾ ബട്ടൺ ക്ലിക്ക് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. അതല്ല, നിങ്ങൾ ബട്ടൺ ഫോക്കസ് ചെയ്യുകയാണോ ചെയ്തത് എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായി സെറ്റ് ചെയ്യപ്പെടുക. അതുമല്ലെങ്കിൽ, അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബട്ടൻ്റെ ഡിഫോൾട്ട് കളറാണ്. അതിനായി പുതിയ ഒരു ഐറ്റം ആഡ് ചെയ്തു. ഇവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, കാരണം അത് ഡിഫോൾട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഡ്രോയബിൾ എന്ന വാല്യൂ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അത് ഡിഫോൾട്ട് കളറായി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബട്ടൻ്റെ ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ രണ്ട് കണ്ടീഷനും, ഫസ്റ്റ് രണ്ട് ഐറ്റത്തിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻസും ഫോൾസ് ആയെങ്കിൽ മാത്രമേ ഈ ഒരു ഡിഫോൾട്ട് കളർ അപ്ലൈ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടണെ അതായത് ബട്ടൻ്റെ കണ്ടീഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോയബിൾ ഫോൾഡറിൽ ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതൊരു സെലക്ടറാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു ബട്ടൺ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സെലക്ടർ ഫയലും നമ്മളുടെ ബട്ടണും തമ്മിൽ കണക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മളുടെ ലേഔട്ടിൽ ഒരു പുതിയ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഡ്രോയബിളിൽ ഉള്ള ആ ഒരു സെലക്ടർ ഫയലും നമ്മളുടെ ബട്ടണും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ആ ഡ്രോയബിൾ ഫയൽ സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് സെലക്ടർ, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ വിൻഡോയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ആ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡിഫോൾട്ടായി ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഈ ഒരു വെർച്വൽ ഡിവൈസിൽ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡിഫോൾട്ട് കളറായി ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോക്കസ്ഡ് എന്ന ഒരു കളർ സെലക്ഷൻ നമ്മളിവിടെ കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു വെർച്വൽ ഡിവൈസിൽ തൽക്കാലം ഇപ്പോൾ അത് എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ റിയൽ ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കും. അതായത് നിങ്ങളുടെ ബട്ടൺ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറ് ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബട്ടൺ യൂസറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക.